അതുണ്ടല്ലോ ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാർട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇതൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നമുക്ക് ഭയങ്കര ചിലവെന്ന് ചില ആൾക്കാർക്ക് ചിന്ത ഉണ്ടാകും. പക്ഷെ അതല്ല, അങ്ങനെ ഒത്തിരി ചിലവൊന്നും ഇല്ല ഇവിടെ എന്നറിയും. ഒന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ കൂടിയാണ്. അപ്പോൾ ആരെങ്കിലും ബാംഗ്ലൂർക്ക് വരാനുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി ഇവിടെ വന്ന് താമസിക്കുന്നതിന് മുന്നേ ഇവിടെ വരുമ്പോൾ ഭയങ്കര ചിലവാണല്ലോ എന്നൊക്കെ ഓർത്ത് ആരും വരാതെയൊന്നും ഇരിക്കണ്ട. നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങൾക്കൊക്കെ ഇവിടെ അത്ര വിലയൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ ഇവിടെ ചിലവ് എന്തിനാണെന്ന് വെച്ചാൽ സ്കൂളിലാണ്. സ്കൂൾ ഫീസ് ഭയങ്കര ഫീസാണ്. സ്കൂളിന് ഭയങ്കര ഫീസുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന് പിന്നെ ഇൻഷുറൻസൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റൽ ചിലവ് നമ്മുടെ കേരളത്തിലും നല്ല ചിലവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടെയാണെങ്കിലും ഇൻഷുറൻസൊക്കെ കിട്ടുമ്പോൾ അത് ശരിയാവും. സ്കൂളിൽ അങ്ങനെയല്ല. സ്കൂളിൽ നമ്മൾ ഫീസ് കൊടുത്തല്ലേ പറ്റൂ, പിള്ളേരെ പഠിപ്പിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അതിനിവിടെ നല്ല ചിലവുണ്ട്. പക്ഷെ അല്ലാതെ നമ്മുടെ ഈ സാധനങ്ങൾക്കൊന്നും അത്ര വലിയ ചിലവില്ല. അപ്പം അത് ഞാൻ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങളെ ഇപ്പോൾ ഡിമാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാണിത്. ഇതിപ്പോൾ 6000 രൂപയുടെ സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് ഒരു 1.5 മാസത്തോളം ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ ഇതേ സാൻവിക്കുട്ടിയുടെ മിഠായി, അത് 2 പാക്കറ്റ്, അത് ആദ്യം പറഞ്ഞിട്ട് അതിലൊരു പാക്കറ്റ് ഇത്തിരി മിഠായി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ബഹളം. അപ്പം ഇത് 2 മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സാൻവിക്കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ 2 ലോലിപ്പോപ്പ് തരാം ലോലിപ്പോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് 3 ഞങ്ങൾ 4 പാക്കറ്റ് വാങ്ങി, 1 പാക്കറ്റ് എടുത്തതാണ്. 4 പാക്കറ്റ് ബിസ്ക്കറ്റ്. എന്താ വേണ്ടേ? ലോലിപ്പോപ്പ് തരാം. അപ്പോൾ ഒരു ലോലിപ്പോപ്പ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. അല്ലെങ്കിൽ ഇവിടെ പറയാൻ സമ്മതിക്കൂല. എന്നാ ലോലിപ്പോപ്പ്. അപ്പം അത് ഇത്രയും സാധനങ്ങളായില്ലേ. പിന്നെ ഇത് എന്തെന്നാണിത് പറ. കോൺഫ്ലേക്സ് ആണ് കേട്ടത്. ഇതൊന്നും എടുത്താൽ ഒന്ന് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇത് കശുവണ്ടി, പിന്നെ ബദാം, അതൊരു കാപ്പിപ്പൊടി, പഞ്ചസാര 3 കിലോ പഞ്ചസാര, മാഗി 2 അല്ല 4 ഉണ്ടായി. ഞങ്ങളത് എടുത്തു പോയതാണ്. പിന്നെ ഗോതമ്പ് പൊടി 1 കിലോ അല്ല 2 കിലോ ഉണ്ടായി. പിന്നെ അതുപോലെ ഇത് വാഷിംഗ് ലിക്വിഡ് 2 പാരച്യൂട്ട്. പിന്നെ ഇത് ബേബി ഷാമ്പു, സാൻവിക്കുട്ടിക്ക് ബേബി ഷാമ്പു. പിന്നെ 2 ജാം. പിന്നെ സോപ്പ്, ലെഗ് സോപ്പ്, അതൊരു പാക്കറ്റ്. ഇത് എത്രയെന്നറിയില്ല. ഇത് ലെഗ് സോപ്പ്. പിന്നെ നവധാന്യങ്ങൾ, അത് ഒരു ടിൻ. അതുപോലെ തന്നെ അവിടെ തന്നെ ബാഗ്, ചെരുപ്പ്, ഇവിടുത്തെ ഡിമാർട്ടിൽ ബാഗ്, ചെരുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പാത്രങ്ങൾ, ഡ്രസ്സ്. അതിൽ ഈ ഒരു ചെരുപ്പ് ഇത് 475 രൂപയാണ് കേട്ടോ ചെരുപ്പിന്. അത് പിന്നെ ഇവിടെ തേങ്ങ ഇത്രയുള്ള തേങ്ങ ഏതെടുത്താലും 30 രൂപ, അത്രേ ഉള്ളൂ തേങ്ങ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് 6000 രൂപയ്ക്ക് ഞങ്ങൾ ശരിക്കും ഒരു മാസം എന്തായാലും ഉണ്ടാവും ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും. 1 മാസത്തേക്ക് ഞങ്ങൾക്ക് ഒരു 6000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് ഇത്രയും 1 മാസത്തേക്ക്. പിന്നെ ഈ സാധനങ്ങളൊന്നും പിന്നെ മേടിക്കണ്ട.
അപ്പം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങളും ബാംഗ്ലൂർ വരുന്നതിന് മുമ്പ് വിചാരിച്ചത് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര ചിലവാണെന്നൊക്കെ വിചാരിച്ചത്. അപ്പം അതൊന്നുമല്ല എന്ന് ഞങ്ങളിവിടെ ഒരു കൊല്ലം ജീവിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിലും വേറെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരാം.